കൊള്ളാലോ. ഈ ടോണി ഓടുന്നു വെറുതെ ഇരിക്കും. ടോണി കർത്താവേ, അളിയാന്തേം പറ്റിയോ? ആരടാ താൻ? എന്നെ മനസ്സിലായില്ലേ? അറിയാത്തോടല്ലേ ചോദിച്ചത്. എടാ നമ്മള് പണ്ട് ഓർക്കോട്ടിൽ പരിചയപ്പെട്ടതാ. ഓർക്കോട്ടിൽ നിന്റെ ആനന്ദാടാ ഞാൻ. ആനന്ദ? അതിനെ ഞാൻ ഓർക്കൂട്ടി യൂസ് ചെയ്ത് നിർത്തിയിട്ട് എന്നെ വർഷങ്ങളായി. അങ്ങനെ പറയല്ലടാ, ശരിക്കും ഓർക്ക്. ഞാനല്ലടാ നിനക്ക് പണ്ട് മഞ്ജുനെയും ഇന്ദുനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അനു ഇവനേതോ വട്ടനാ, ഇവിടെ ആള് മാറിപ്പോയതാ. ഇല്ലടാ. അല്ല വേണ്ട, കൂടുതൽ ഉരുളാൻ നോക്കണ്ട, ഞാൻ പോവാ. അനു അനു പ്ലീസ്, അനു പ്ലീസ്. അനു ഓ, ആ കുട്ടി പിണങ്ങി പോയതാ. നീ എപ്പോഴാടാ എന്റെ ഓർക്കൂട്ടിലെ ഫ്രണ്ട് ആയത്? ടോണി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താണ് പ്രശ്നം? ആരത്? റോയ്ച്ചനല്ലേ? അതെ, റോയ്ച്ചൻ എനിക്ക് അറിയാം. റോയ്ച്ചൻ, ഞാൻ ആനന്ദ്, കോഴിക്കോട് നിന്ന് വരിക. സിനിമയിൽ അഭിനയിക്കാനായിട്ട് വന്നതാ. ഈ ഓർക്കൂട്ടിൽ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവൻ ഓർമ്മയില്ല അഞ്ഞിട്ടാ. എനിക്ക് കൊച്ചിയിൽ ഇവൻ അല്ലാണ്ട് വേറെ ആരെ അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങളൊരു സൗകര്യം ഉണ്ടാക്കി തന്നാ മതി. ഒരു 2 ആഴ്ചത്തേക്ക് മതി. സിനിമയിൽ കയറിയ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവത്തില്ല. എന്താ ശരിയാവാത്തത്? അല്ല, പണ്ടെങ്ങാണ്ട് ഓർക്കൂട്ടിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി ഒരാളെ കയറ്റി വീട്ടിലൊക്കെ താമസിപ്പിക്കാന്ന് പറഞ്ഞാ അല്ല, അപ്പൊ എന്താ നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നെങ്കിലോ? അതുപോട്ടെ, ഇനി പഴയ പരിചയം വെച്ച് വന്ന എന്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിലോ? അപ്പൊ സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഏതായാലും കോഴിക്കോട് നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നല്ലേ, ഒരു ദിവസം താമസിക്കട്ടെ. നാളെ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. ടോണി, നീ ഇവനെ കൂട്ടി ഫ്ലാറ്റിലേക്കല്ലേ? ഓ, വലിയ ഉപകാരം റോയ്ച്ച. റോയ്ച്ചന് ഞാൻ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കോഴിക്കോട് ചിപ്സ്. എടുക്കട്ടെ? മതി, പോവാം. അലുവ? അതെ, റോയിച്ച് പോയല്ലേ. ആ, ഇവിടെ തന്നെ. എത്ര ചേട്ടാ? എന്താ പാർവതി ഇത്? ഈ ദേവേട്ടൻ ഇവിടെ ഇങ്ങനെ ഉള്ളപ്പം ഈ കഷ്ടപ്പാടിന്റെ കാര്യമുണ്ടോ? അയ്യോ വേണ്ട സാർ, ഞാൻ എടുത്തോളാം. എന്റെ പൊന്നെ, എനിക്കിത് കേൾക്കുമ്പോഴാ ഈ ഫ്ലാറ്റിൽ എന്നെ ദേവേട്ട എന്ന് വിളിക്കാൻ അനുവാദമുള്ള ഏക പെൺകുട്ടി പാറു മാത്രമാ. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സാറേന്ന് വിളിച്ച് കളിയാക്കുന്നത്? എന്റെ പാറു അമ്മേ, നല്ല കനമാണല്ലോ. ഡംബിൾസ് ഒക്കെ ആയിരിക്കും അല്ലേ? കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാ. അല്ലറ ചില്ലറൊക്കെ ഈ കനം. പാർവതി ഈയിടെയായിട്ട് ദേവേട്ടനെ തീരെ ശ്രദ്ധിക്കാറില്ല. എന്നോടെന്താ പിണക്കവാ? അയ്യോ, അതൊക്കെ സാറിന്റെ അല്ല ദേവേട്ടനെ തോന്നലല്ലേ. ഇന്നലെ പാർവതി ടെറസിൽ നിന്ന് എക്സസൈസ് ചെയ്യുമ്പം ഞാൻ എത്ര നേരം നോക്കിയെന്നറിയാവോ? അയ്യോ ഇല്ല, എത്ര നേരം നോക്കിയിരുന്നു? തമാശ ദേവേട്ടൻ ഒറ്റ അടി വെച്ചതാണല്ലോ. ഓ മോളെ പാറു, ദേവേട്ടനോട് ജിമ്മിൽ വന്നാലോ എന്ന് ആലോചിക്ക. അതെന്താ, ഫ്ലാറ്റിൽ ചേച്ചിയില്ലേ? പിന്നെ തമാശ. എനിക്ക് സുന്ദരികളായ പെൺകുട്ടികളെ തമാശ പറഞ്ഞേക്കാം വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പാറുവിന്റെ. അതെന്താ ഈ പ്രത്യേകിച്ച്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങള് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും മാത്രമാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതിന് എല്ലാവർക്കും എതിർപ്പുണ്ടായിട്ടും ഞാൻ ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബൈ. മോളെ, ഞാൻ ലേറ്റ് ആയോ? അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു ജന്മം. ഓ, എന്തൊരു ടേസ്റ്റാ. അതല്ലേലും കണ്ടവന്റെ കാശിന് കയറ്റുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ഞാൻ കൊടുത്തോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. താനീ നാട്ടുപുറാണല്ലേ? എന്റെ നിഷ്കളങ്കത കണ്ടിട്ടാ? അല്ല, തീറ്റ കണ്ടിട്ടാ.
അവൻ സ്വയം ഒരു മാരണമാണെന്ന് വല്ല വിചാരമുണ്ടോ നോക്കിയേ. ഓ, കണ്ടിട്ടൊരു ഗതിയില്ലാത്തവനാണെന്ന് തോന്നുന്നു. ശവം, തീറ്റ കണ്ടില്ല. എന്താ നോക്കുന്നത്? കഴിക്കേ. ഓ, ആയിക്കോട്ടെ. അല്ല, നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങള്. അവരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? പിന്നെ അവരനുഗ്രഹിച്ചല്ലേ വിട്ടത്. അവർ രക്ഷപ്പെട്ടു. അവർക്കിനി വെച്ചടി കയറ്റുമായിരിക്കും. അതെന്താ? അല്ല, നീ സിനിമ നടനായാലേ. പിന്നെ അവർക്ക് വേണ്ടിയില്ലേ ഈ ത്യാഗമൊക്കെ അനുഭവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് മനസ്സിലാവും. അല്ല, നിന്റെ അച്ഛനെന്താ ജോലി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ബിസിനസ്സാ. പിന്നെ അതെങ്ങാനും നോക്കി അവിടെ നിന്നാ പോരായിരുന്നു. മതിയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലൊരു കലാകാരനുണ്ട്, അവൻ അതിന് സമ്മതിക്കുന്നില്ല. അതിനോട് അവിടെ അങ്ങനെ അടങ്ങി കിടക്കാൻ പറ. എന്നിട്ട് വല്ല പണിക്ക് പോയി ജീവിക്കാൻ നോക്ക്. പല പണിയും ചെയ്ത് നോക്കി, പക്ഷെ രക്ഷപ്പെട്ടില്ല. പിന്നല്ലേ അറിഞ്ഞ എനിക്ക് ജാതകത്തിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ളവനായി വാഴണം എന്നാണുള്ളത്. പലചരക്കടയിൽ നമ്മൾ ജോലി ചെയ്ത് അതെങ്ങനെ സാധിക്കും? ശരിയാ. ആ ജാതകം എഴുതിയവനെങ്ങനെ എൻ്റെ കൈ കിട്ടിയ അവൻ്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. പിന്നെ ഫ്ലാറ്റിലേക്ക് വന്ന് വലിഞ്ഞു കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോ. നീ വിചാരിക്കുന്ന പോലൊരു ഫ്ലാറ്റ് അല്ല അത്. എന്നെ പോലെ മാന്യന്മാരായിട്ടുള്ളവർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, ഫ്ലാറ്റിൽ എന്നെയും റോയിച്ചിനെയും കൂടാതെ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. ഒരുത്തി നീ ഇപ്പോൾ അവിടെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട അവളില്ലേ, സാറ. മറ്റേതൊരു ജിമ്മുകാരി. അവളോടധികം കളിക്കാൻ പോകരുത്, അവൾ കാലെ വാരി തൂക്കി നിലത്തടിക്കും എന്ന് പറഞ്ഞ് ഇവളോടും അധികം കളിക്കാൻ നിൽക്കണ്ട. അവളും ആള് സൂപ്പർ പെശക. ഓക്കെ, ഞാനൊരു കളിക്കും പോകുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം. നിനക്ക് ഞാൻ ഒരു പേര് ദോഷം ഉണ്ടാക്കില്ല അളിയാ, പോരെ? എടാ, അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. അതെന്താ? ഒരാൾക്ക് ഓൾറെഡി ഉള്ളൊരു കാര്യം വീണ്ടും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ആഹാ, അപ്പൊ പേര് ദോഷം ഉണ്ടല്ലേ? അയ്യടാ, ആവശ്യത്തിൽ കൂടുതലൊന്നും നീ അന്വേഷിക്കണ്ട. വാ പോവാം. ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവള് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ഇവളാ കപ്പലിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നൊന്ന് നോക്കിയിട്ട് എന്റെ കാര്യം. സാറാ, എന്താടി ഇത്? എന്ത്? അല്ല, എത്ര നേരം നീ കപ്പം പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താ റോയ് പറയുന്നേ? എടി, വൃത്തിയൊക്കെ ഒരു മനുഷ്യന് വേണം, പക്ഷെ ഇത് ഇത്ര ഓവറാക്കരുത്. എന്താ ഓവർ എന്നാ റോയ്ച്ചൻ പറയുന്നേ? ഈ കപ്പ് കണ്ടോ? ഈ കപ്പിൽ പറ്റി പിടിച്ചിരുന്ന ഈ സാധനം കളയാൻ നോക്കിയതാ ഞാൻ. എവിടെ നോക്കട്ടെ. ബെസ്റ്റ്. ഇതും പിടിച്ച് മോളി ജന്മം മുഴുവൻ തുടച്ചാൽ ഇത് പോകാൻ പോണില്ല. ഇതെന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അടി. ചെറിയ പൊട്ടലോ മറ്റെന്തോണത്. ഞാൻ വിചാരിച്ചു എന്തോ സാധനം പറ്റി പിടിച്ചിരിക്കുന്നു. ചുമ്മാതല്ല, നിന്നെ ക്ലെൻലിനെസ് ഫ്രീക്ക് എന്ന് പാറും ടോണിയും കളിയാക്കി വിളിക്കുന്നത്. ഒരു അബദ്ധം പറ്റിയെന്ന് പറയുന്ന അതേ കയറി പിടിക്കണ്ട റോയ്ച്ച. ഓ, ദാ ഇപ്പൊ തന്നെ ഈ കൗണ്ടർ രാവിലെ മുതൽ എത്രാമത്തെ തവണ നീ തുടങ്ങുന്നത്? അത് പിന്നെ റോയ്ച്ച ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലേ, ഇതിലൊക്കെ പൊടി പിടിച്ചിരിക്കും, അതാ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതൊരു തരം അസുഖമാണ്. എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആയില്ല എന്നൊരു സംശയരോഗം. അതല്ല റോയ്ച്ച, ഹോട്ടൽ മാനേജ്മെന്റിൽ ക്ലീൻ കിച്ചൺ എന്നൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അതുണ്ടാവാം, ഒന്നും വൃത്തിയായി സൂക്ഷിക്കാതെ ശീലമുള്ളവർക്കാണ് അത്. നീ അങ്ങനെയല്ലോ, പിന്നെന്താ? എന്റെ റോയ്ച്ച, ഇതാരെല്ലാം കേട്ടാ ചിരിക്കും. സാധാരണഗതിയിൽ മുതലാളിമാർ പറയും ക്ലീൻ ചെയ്യുന്ന. ഇവിടെ മുതലാളി പറയുന്നത് ക്ലീനിങ് കൂടുതലാണ്, കുറയ്ക്കണമെന്ന്. കഷ്ടമുണ്ട് കേട്ടാ. ഓഹോ, അപ്പൊ നീ എന്നെ വേറൊരു മുതലാളിയായിട്ടാണല്ലോ കണ്ടേക്കണേ. കൊള്ളാടി, നിന്നെയൊക്കെ പെങ്ങന്മാരെ പോലെ കാണുന്ന എനിക്ക് തന്നെ വേണം. അത് പറഞ്ഞു പോയപ്പോ ഫ്ലോയില് വന്നു പോയതാ. സോറി എന്റെ റോയ്ച്ച. അയ്യോ, ടേബിൾ നമ്പർ 12 ക്ലീൻ ചെയ്തില്ല. ഞാൻ ഇപ്പൊ വരാമേ. ഇവളോട് ഞാൻ എന്ത് പറയാനാ ദൈവമേ. അവരിട്ട പേര് കറക്റ്റാ, ഒരു മാറ്റമില്ല. ക്ലെൻലിനെസ് ഫ്രീക്ക്.